ഹായ് നീറ്റ് ആസ്പിറൻസ്. സോ ഫൈനലി നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും NEET.NTA.NIC എന്ന വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം അതേ സൈറ്റ് ട്രാഫിക് ഒക്കെ ഉണ്ടാവും ചിലപ്പം, എന്നാലും മാക്സിമം നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. സോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ആ PDF നിങ്ങളത് കയ്യിൽ സൂക്ഷിക്കണം. അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അഡ്മിറ്റ് കാർഡ് ഫില്ലിംഗ് എന്ന് പറയും. അതായത് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പാടുള്ളൂ. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡ്മിറ്റ് കാർഡിന്റെ 3 പേജസും നിർബന്ധമായിട്ടും എല്ലാവരും പ്രിന്റ് ഔട്ട് എടുക്കുക. 2 പേജ് മതിയോ എന്നൊക്കെ ചോദിക്കുന്നത്, എന്തായാലും 3 പേജ് തന്നെ എടുത്തു വെക്കുക. ഇപ്പുറമായിട്ട് എടുക്കരുത്, ഓരോ പേജുകളായിട്ട് വേണം അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി. അത് ശ്രദ്ധിക്കുക. ഇനി അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമേ നോക്കി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കാണും, കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ്, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന സിഗ്നേച്ചർ അവിടെ ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ പേര്, കൊടുത്തിട്ടുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും, നിങ്ങളുടെ കാറ്റഗറിയും കാര്യങ്ങളും ഉണ്ടാവും. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ S എന്ന് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ നോ ഉണ്ടാകും. ബാക്കി കാര്യങ്ങളും മോഡ് ഓഫ് ഓതന്റിക്കേഷൻ പ്രോസസ് ഡ്യൂറിംഗ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്നുള്ള കാര്യം അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് അഡ്മിറ്റ് കാർഡിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം, നിങ്ങളുടെ ടെസ്റ്റ് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവുക. സോ ടെസ്റ്റ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ മീഡിയം, നിങ്ങൾ ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും മലയാളത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മലയാളം എന്നുള്ള രീതിയിൽ വരും. അപ്പം അവിടെ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ മീഡിയം കാണും, എക്സാമിന്റെ ഡേറ്റ് കാണും, റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരിക്കും. റിപ്പോർട്ടിംഗ് ടൈം കൃത്യമായി ശ്രദ്ധിക്കണം. വളരെയധികം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്. 1:30-ക്കുള്ളിൽ നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം റിപ്പോർട്ടിംഗ് ടൈമിന്റെ ആ സമയത്ത് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ചിലപ്പോൾ ദൂരെ ആയിരിക്കും എക്സാം സെന്റർ, അങ്ങനെയാണെങ്കിൽ ട്രാഫിക് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കി നേരത്തെ തന്നെ നിർബന്ധമായും എത്തിച്ചേരാൻ ശ്രമിക്കുക. സോ 2-നും 5-നും ഇടയിലാണ് പരീക്ഷാ സമയം ഇവർ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഗേറ്റ് ക്ലോസിംഗ് ടൈം ഓഫ് സെന്റർ 1:30 PM ആണ്. മാക്സിമം റിപ്പോർട്ടിംഗ് ടൈമിന്റെ ആ ഇടവേളയിൽ തന്നെ അവിടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എത്തിച്ചേരാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ടെസ്റ്റ് സെന്ററും എവിടെയാണ് ടെസ്റ്റിന്റെ ലൊക്കേഷൻ ഇൻക്ലൂഡിംഗ് പിൻകോഡ് അവിടെ ഉണ്ടായിരിക്കും. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വരുന്നത്. ദാറ്റ് ഈസ് ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരുണ്ടാവും, അനന്തു N, റെസിഡന്റ് ഓഫ്, എന്റെ അഡ്രസ് ഉണ്ടാവും. ഡു ഹിയർ ബൈ ഡിക്ലെയർ ദ ഫോളോയിങ്. എന്താണ്, ഞാൻ കൃത്യമായ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു. NEET.NTA.NIC എന്ന വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ എന്റെ നീറ്റ് എക്സാമിന് എന്ത് ഫോട്ടോയാണോ നിങ്ങൾ കൊടുത്തത്, എല്ലാവരും ചോദിക്കും ഡേറ്റും ടൈമും ഉള്ള ഫോട്ടോയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഫോട്ടോയാണോ വേണ്ടത് ഞാനിവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോട്ടോയുടെ താഴെ ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണോ വേണ്ടത്. എന്താണോ നിങ്ങൾ നീറ്റ് എക്സാമിന് കൊടുത്ത ഫോട്ടോഗ്രാഫ്, ആ സെയിം ഫോട്ടോ, ആ സെയിം പാറ്റേണിലുള്ള ഫോട്ടോഗ്രാഫാണ് ഇവിടെ നിങ്ങൾ ഒട്ടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് ഫോട്ടോ സെയിം ആസ് അപ്ലോഡഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഫോം ടു ബി അഫിക്സഡ് ബിഫോർ റീച്ചിങ് ദ സെന്റർ. സിമിലർലി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും നിങ്ങൾ സെന്ററിൽ എത്തുന്നതിന് മുമ്പ്, പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും അതേപോലെ തന്നെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫും ഒട്ടിച്ചിട്ടേ ചെല്ലാൻ പാടുള്ളൂ. ചില സെന്ററുകളിലൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ അത് എല്ലാ സെന്റേഴ്സിലും ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തമ്പ് ഇംപ്രഷൻ പ്രോപ്പറായിട്ട് നേരത്തെ വെച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്മഡ്ജഡ് ആവാൻ പാടില്ല എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സെന്ററിൽ എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. NEET UG ആപ്ലിക്കേഷന് കൊടുത്ത ഫോട്ടോഗ്രാഫ് എങ്ങനെയാണോ സെയിം ഫോട്ടോഗ്രാഫാണ് ഇവിടെ ഒട്ടിക്കാൻ. സിമിലർലി ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. ഇവിടെ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ട്. ഒരിക്കലും ഇത് എക്സാമിന് കയറിയതിനു ശേഷം, അതായത് എക്സാമിന് പോകുന്നവർ ഇത് ഒരിക്കലും സൈൻ ചെയ്ത് വെക്കരുത്. അവിടെ നിങ്ങളുടെ ക്ലാസ്സിലെ ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ മാത്രമാണ് ഈ സെക്ഷൻ നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. പ്രത്യേകം പറയുന്നുണ്ട്, ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻവിജിലേറ്റർ ഓൺലി എന്നാണ്. അതും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പേജിലേക്ക് വരുന്നത്, ഈ പേജ് നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കണം. ഈ പേജും ഫസ്റ്റ് അഡ്മിറ്റ് കാർഡിന്റെ പേജും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കത്തില്ല, നിങ്ങൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ള അവിടെ സൈസ് കൃത്യമായി പറയുന്നുണ്ട്. കളേർഡ് ഫോട്ടോഗ്രാഫ് ആണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങൾ NEET UG എക്സാമിന് കൊടുത്ത ഫോട്ടോ ഏതാണോ അതിന്റെ തന്നെ പോസ്റ്റ് കാർഡ് രൂപത്തിലുള്ള കളേർഡ് ഫോട്ടോ വേണം ഇവിടെ നിങ്ങൾ ഒട്ടിക്കാൻ. ചിലപ്പോൾ ഈ സൈസിൽ തന്നെ വരണമെന്നില്ല, സാരമില്ല, ഇവിടെ നിങ്ങൾ കയറ്റി ഒട്ടിച്ചോ, അതൊന്നും പ്രശ്നമില്ല. ഈ സൈസിൽ ചിലപ്പോൾ ഈ സൈസിൽ കൂടുതലായിട്ട് ചിലപ്പോൾ വരാം. ഇത് പ്രിന്റ് ഔട്ട് ആണല്ലോ, A4 സൈസിൽ വേണം പ്രിന്റ് ഔട്ട് എടുക്കാൻ. അപ്പൊ അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ താഴെ സിഗ്നേച്ചർ ഇടുന്ന ഭാഗം കവറായി പോവാതിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. പിന്നെ ഇവിടെ വേറൊരു കാര്യങ്ങളുണ്ട്.
ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും സമയവും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സിമിലർലി ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചറും കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചറും ഇതൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ആദ്യത്തെ പേജിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, തമ്പ് ഇംപ്രഷൻ കൊടുക്കണം. രണ്ടാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. ഇത്രയുമാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഫില്ലിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം കാൻഡിഡേറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ദയവ് ചെയ്ത് വായിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ പ്രധാനമാണ് പരീക്ഷയിൽ നമ്മൾ എത്തിച്ചേരുന്നതും പരീക്ഷ എഴുതാനിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ടെൻഷനൊന്നും ആവണ്ട, ഒരുപാട് പേരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടാകും. ആ കാര്യങ്ങളൊന്നും ഓർത്ത് വറീഡ് ആവണ്ട. ഇൻ കേസ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കയ്യിൽ സൂക്ഷിക്കേണ്ട, അത് കൃത്യമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക, അത് മറക്കാതിരിക്കാൻ ശ്രമിക്കുക, എല്ലാം ഓർക്കുക. അത് മാത്രം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മതിയാവും. വെനുവിലേക്ക് എത്തുമ്പോൾ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. Candidates are, there is no candidate would be allowed to enter the examination center without admit card, valid ID proof ഉണ്ടാവും. അപ്പൊ പ്രോപ്പർ ഫ്രിസ്കിംഗ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടൊരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് കയ്യിൽ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറൊരു കാര്യം കൂടെ ഇവർ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് ദ അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് ടു ദ സെന്റർ. അപ്പൊ ആധാർ കാർഡിന്റെ അപ്ഡേറ്റഡ് കോപ്പി വേണം നിങ്ങൾ സെന്ററിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകാൻ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നോക്കുക, എക്സാം ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ പെർമിറ്റഡ് ആണ്. ഇവിടെ നോക്കി അപ്പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടായിരിക്കണം. സിമിലർലി ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് വേണം. ആപ്ലിക്കേഷൻ ഫോമിൽ എങ്ങനെയുള്ളതാണോ സിമിലർ ആയിട്ടുള്ള ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടായിരിക്കണം. മറ്റൊരു കാര്യം അഡ്മിറ്റ് കാർഡ് ആണ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവിടെ ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിരിക്കണം, തമ്പ് ഇംപ്രഷൻ കൊടുത്തിരിക്കണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കൊടുത്തിരിക്കണം. അതും ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഫില്ല് ചെയ്തതാണെന്ന് നോക്കുന്ന പോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടായിരിക്കണം. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. എക്സാം ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം 2 തൊട്ട് 5 മണി വരെയാണ് പരീക്ഷ. ഈ 2 തൊട്ട് 3 വരെയുള്ള സമയവും 4 തൊട്ട് 5 വരെ സമയവും നിങ്ങൾക്ക് ബയോ ബ്രേക്സ് അനുവദിക്കുന്നതല്ല. നിങ്ങൾക്ക് ബാത്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ 3-നും 4-നും ഇടയിലുള്ള സമയത്താണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുക. ഈ സമയത്ത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, അതും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ തന്നെയാണ് നിങ്ങൾ എല്ലാം നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കേണ്ടതും. എക്സ്ട്രാ ആയിട്ട് റഫ് പേപ്പർ അവിടെ നിന്ന് തരത്തില്ല, പേന അവിടെ നിന്ന് തരുന്നതാണ്. മറ്റൊരു കാര്യം, OMR ഫില്ല് ചെയ്തതിനു ശേഷം OMRും കൂടെയുള്ള ഓഫീസ് കോപ്പിയും തിരിച്ച് ഇൻവിജിലേറ്ററിന് കൊടുക്കണം, അവർ വാങ്ങിക്കോളും. ടെക്സ്റ്റ് ബുക്കിലിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ വായിച്ച് അഡ്മിറ്റ് കാർഡ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എക്സാം സെന്ററിലൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഡ്രസ് കോഡ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. All the very best and thank you so much.